ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുകേഷ്. അപ്പം നെക്സ്റ്റ് മന്തോടെ നമ്മുടെ HSI സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ വരികയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ ഏകദേശം, അതായത് ലോങ് ടേം ബാച്ച് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഫൈനൽ സ്റ്റേജിനാണ്. ഇനി തൊട്ടടുത്ത് തന്നെ നമ്മൾ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൂസ്റ്റർ ബാച്ചിലേക്ക് കയറുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്ക് മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSI എക്കണോമിക്സ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചരക്ക് സേവന നികുതിയായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വായിച്ചു പോവാം. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഇതൊരു പ്രത്യക്ഷ നികുതിയാണ് എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്നാണ് നടത്തുന്നത്. ഓക്കെ, മൂന്നാമത്തേത് GST കൗൺസിലിന് അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. അപ്പൊ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എത്താൻ സാധിക്കുന്നത്. ശരി, ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്, നമുക്ക് മനസ്സിലായി. അതായത് നമ്മൾ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മളുടെ വരുമാന നികുതി, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വസ്തുവിന്റെ കരം, ഇതെല്ലാം ഡയറക്റ്റ് ടാക്സ് ആയിട്ട് നമ്മൾ നേരിട്ട് ഗവൺമെന്റിന് അടയ്ക്കുന്നതാണ്. അപ്പൊ GST നമ്മൾ നേരിട്ട് ഗവൺമെന്റിന് ഫയൽ ചെയ്യുന്ന ഒരു കാര്യമാണോ എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. ഇപ്പോൾ നമ്മളതാ ഒരു പേന മേടിക്കാൻ കടയിൽ പോയി. അപ്പോൾ പേന മേടിക്കാൻ കടയിൽ പോയപ്പോൾ ഈ പേന മേടിച്ചു കഴിഞ്ഞിട്ട് GST പിന്നെ നമ്മൾ പ്രത്യേകം ഗവൺമെന്റിന് നേരിട്ടാണോ അടയ്ക്കുന്നതെന്നാണ് ഈ ചോദ്യം. അല്ല, ആ GST എന്ന് പറയുന്നത് പേനയുടെ വിലയുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അത് ഇൻഡയറക്ട്ലി നമ്മൾ എന്താണ് ഗവൺമെന്റിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ GST എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷ നികുതിയല്ല, ഒരു പരോക്ഷ നികുതിയാണ്. അതായത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇതൊരു പ്രത്യക്ഷ നികുതിയാണ് എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്നാണ് GST നടപ്പാക്കുന്നത്. ഇപ്പോൾ GST നിലവിൽ വന്ന വർഷം നമുക്കറിയാം 2017 2017 GST നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത്. അപ്പം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഈ GST എന്ന് പറഞ്ഞാൽ 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഈ GST എന്ന് പറയുന്നത്. അപ്പം 101ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 2017 ജൂലൈ മാസത്തിൽ ഈ ഒരു GST നിലവിൽ വന്നിട്ടുള്ളത്. ശരി, അപ്പോൾ ഇത് 122ാമത്തെ ഭേദഗതി ബില്ലാണെന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഏത് ബില്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 122ാമത്തെ ഭേദഗതി ബില്ലാണ്. ഏത് ആക്ട് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ്. ഓക്കെ, അപ്പൊ 122ാമത്തെ ബില്ലാണ്, 101ാമത്തെ ആക്ട് ആണ്. 2017 GST നിലവിൽ വന്നു. അപ്പൊ ഈ 2017 GST നിലവിൽ വന്നപ്പോൾ ഇതിനകത്ത് കേന്ദ്രത്തിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രാതിനിധ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ GSTനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 246A ഉണ്ട്. അപ്പൊ 246A പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് എന്താണ് ഇതിനകത്ത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 246A അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു ഒരു ജോയിന്റ് ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കാര്യമാണ് GST എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് ഈ തന്നിട്ടുള്ള GST കൗൺസിൽ എന്ന് പറയുന്നത്. GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ 279A ആർട്ടിക്കിൾ 279A ഒരു GST കൗൺസിൽ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ GST കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് എന്ന് ഓർക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തേത് ഇതൊരു പ്രത്യക്ഷ നികുതി അല്ല, ഇതൊരു പരോക്ഷ നികുതിയാണ്. ഇത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഒരുമിച്ചാണ് ഈ GST നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് ശരിയാണ്. അതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 279A വരുന്ന GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബിയും സിയുമാണ് ഇതിനകത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ബിയും സിയുമാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയാൽ നമുക്ക് GST കൗൺസിലോട്ടൊന്ന് വരാം.
ഓക്കെ, GST കൗൺസിലോട്ട് വരുന്ന സമയത്ത് ഇതെന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ, GST കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. നമ്മൾ പറഞ്ഞു 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2016 പ്രകാരം 2017 GST നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ 101ാമത്തെ അമെൻമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ആർട്ടിക്കിൾ നമ്മൾ GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ പറഞ്ഞായിരുന്നു. 279A ആണ് GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാവുന്ന ആർട്ടിക്കിൾ 246A ആണ്. ഇത് 279A ആണ്. ശരി, അപ്പോൾ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ അതിന്റെ ആർട്ടിക്കിൾ 279A ആണെന്ന് മനസ്സിലായി. 101ാമത്തെ അമെൻമെന്റ് ആക്ടിനകത്താണ് ഈ GST കൗൺസിൽ രൂപീകരിച്ചിട്ടുള്ളത്. കാരണം GST വന്നതിനകത്തെ ഒരു സബ്സെക്ഷൻ ആയിരുന്നു. ശരി, ഇനി നോക്കിയേ, GST കൗൺസിലിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നാണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. GST കൗൺസിൽ ഫോം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ അത് ഫോം ചെയ്യുന്നത്, അത് രൂപീകരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം? രാഷ്ട്രപതിയാണ്. ഇനി ഇതിന്റെ അധ്യക്ഷൻ ആരാണെന്ന് നമ്മൾ മുന്നേ കണ്ടു. GST കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്ററാണ്, ധനകാര്യമന്ത്രിയാണ്. GST കൗൺസിലിന്റെ നിലവിൽ നിർമ്മല സീതാരാമനാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഈസ് ദി ചെയർപേഴ്സൺ. അപ്പോൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആരൊക്കെ വരാം? യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിനകത്ത്, അതായത് റവന്യൂ ഫിനാൻസോ ഉള്ള യൂണിയൻ മിനിസ്റ്റർ വരാം. അല്ലെങ്കിൽ എന്താണ്? സ്റ്റേറ്റ് ഫിനാൻസ് ഓർ ടാക്സേഷൻ മിനിസ്റ്റേഴ്സ് ഓർ ദെയർ നോമിനീസ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ടുള്ള GST കൗൺസിലിനകത്ത് എന്താണ്? സ്റ്റേറ്റ് റവന്യൂ മിനിസ്റ്ററോ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്ററോ വരാം. അല്ലെങ്കിൽ എന്താണ്? ഫിനാൻസ് അല്ലെങ്കിൽ ടാക്സേഷനിൽ നിന്നുള്ള, സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ഇതിനകത്ത് ഉൾക്കൊള്ളണം. അപ്പം നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഇത് രൂപീകരിക്കുന്നത് പ്രസിഡന്റും ഇതിന്റെ അധ്യക്ഷനായിട്ട് നിൽക്കുന്നത് ഫിനാൻസ് മിനിസ്റ്ററുമാണ്, സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററുമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി എന്താണ്? ഡിസിഷൻസ് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ GSTയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന സമയത്ത് നിർമ്മല സീതാരാമൻ വന്ന് വാർത്താ സമ്മേളനം കൂട്ടുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുക ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിസിഷൻ മാത്രമാണ് എന്നാണ് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. GST കൗൺസിൽ ഒരു ഭരണഘടന, ഒരു ബോഡിയാണ് എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ പ്രോസസ്സും ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ വോട്ടിംഗ് ആയെങ്കിലും ശരി, തീരുമാനങ്ങൾ എടുക്കുന്നതാണെങ്കിലും ശരി, എല്ലാം എന്താണ്? സംസ്ഥാനങ്ങളുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും പ്രാതിനിധ്യവും അവരുടെ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളിച്ചാണ് GST കൗൺസിലിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വരുന്നത്. അപ്പൊ അതിന്റെ വോട്ടിംഗ് ഷെയർ എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. നോക്കി, 75% മജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ GST കൗൺസിലിൽ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. 75% എന്ന് വെച്ചാൽ എന്താണ്? 3%. ഓക്കെ, 3% എങ്കിലും മജോറിറ്റി ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ മാത്രമാണ് GST കൗൺസിലിൽ ഒരു ഒപ്പീനിയൻ അവർ പാസ്സാക്കി എടുക്കുക. അപ്പൊ ഇനി ഇതിനകത്ത് വോട്ട് ഷെയർ ഉണ്ട്. നമ്മൾ ഈ വോട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പൊ 3 വോട്ടാണെന്ന് ഇരിക്കട്ടെ. 3 വോട്ടാണെങ്കിൽ ഇതിൽ 3-ൽ 1 വോട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. ഓക്കെ, ഇതിൽ 3-ൽ 1 വോട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെയും 2 വോട്ടിന്റെ റൈറ്റ് ആർക്കുണ്ട്? സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അപ്പോൾ 1/3 വോട്ട് ഷെയർ സെൻട്രൽ ഗവൺമെന്റിനും 2/3 വോട്ട് ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്. ഓക്കെ, തീരുമാനം എടുക്കുന്നത് 75% അല്ലെങ്കിൽ 3/4 മജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് GST കൗൺസിൽ ഒരു തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര നമുക്ക് മനസ്സിലായി. GSTനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. GST കൗൺസിലിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു മാറ്റം ഉണ്ടല്ലോ. ഓക്കെ, അതായത് 56ാമത്തെ GST കൗൺസിലിനകത്ത് ഒരു GST 2.0 അല്ലെ, GSTയുടെ മറ്റൊരു റീസ്ട്രക്ചറിങ് നടത്തി. GST 2.0 ഇത് നിലവിൽ വന്നത് സെപ്റ്റംബർ 22-നാണ്. ഓക്കെ, കഴിഞ്ഞ സെപ്റ്റംബർ 22-ാം തീയതി തന്നെ ഇത് നിലയിൽ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 22, 2025. ഇത് പ്രകാരം എന്ത് മാറ്റമാണ് GSTയിൽ വന്നിട്ടുള്ളതെന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, ഒരു പക്ഷേ ഈ എക്സാമിന് വരത്തില്ലായിരിക്കാം. ഓക്കെ, അത് നമുക്ക് രണ്ടും നോക്കി പോവാം. എന്ന് വെച്ചാൽ GST ഇതിന് മുന്നേ GSTയുടെ സ്ലാബ് റേറ്റ് പ്രധാനപ്പെട്ട 4 സ്ലാബുകളായിരുന്നു. ഓക്കെ, 0, 5, 12, ഓക്കെ, 18, 28. അപ്പം എണ്ണി നോക്കുമ്പോൾ 5 എണ്ണം കാണും. പക്ഷെ 0 എന്താണ്? നീൽ റേറ്റ് ആണ്. ബാക്കിയുള്ള 4 എണ്ണമാണ് പ്രധാനപ്പെട്ട ടാക്സ് സ്ലാബ് റേറ്റുകൾ. 5%, 12%, 18%, 28%. അപ്പം ഈ ഒരു 4 ടാക്സ് സ്ലാബുകളെ മാറ്റിയിട്ട് പ്രധാനപ്പെട്ട 2 ടാക്സ് സ്ലാബുകളെ ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിലവിൽ 5% അതുപോലെ തന്നെ 18% എന്നീ 2 പ്രധാനപ്പെട്ട ടാക്സ് സ്ലാബുകൾ മാത്രമാണ് GSTയിലുള്ളത്.
ഇത് കൂടാതെ ലക്ഷറി സിൻ ടാക്സ്, ഇതിന് മറ്റൊരു ഒരു 40% എന്നുള്ള മറ്റൊരു ബ്രാക്കറ്റ് കൂടി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ബ്രാക്കറ്റുകൾ ഈ 5%, 18% ഓർക്കുക. ഓക്കെ, നമ്മുടെ അത്യാവശ്യ അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക് പോലെയുള്ള അല്ലെങ്കിൽ പനീർ പോലെയുള്ള സാധനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും. ഇൻഷുറൻസ് അടക്കമുള്ള സാധനങ്ങളെ 0 സ്ലാബ് റേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾക്ക് 5% എന്ന സ്റ്റാൻഡേർഡ് റേറ്റും ബാക്കി 18% എന്നുള്ള ഒരു മെറിറ്റ് റേറ്റുമാണ് നിലവിലുള്ളത്. സോറി, ഇത് 5% എന്ന മെറിറ്റ് റേറ്റും 18% എന്ന സ്റ്റാൻഡേർഡ് റേറ്റുമാണുള്ളത്. അപ്പോൾ 2 ടാക്സ് സ്ലാബ് റേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് ഓർക്കുക. 5%, 18%. ഇതിന് മുകളിലുള്ളത് 40%. പക്ഷേ അത് ലക്ഷറിക്കും അതുപോലെ തന്നെ നമ്മളുടെ ടൊബാക്കോ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ, അതായത് സിൻ ടാക്സ് ആണ് അതിനെ പറയുന്ന പേര്. സിൻ ടാക്സ് എന്നാണ്. കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്രയും വലിയ ടാക്സ് റേറ്റ് ഒരു എക്സെപ്ഷനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. എത്ര സ്ലാബ് റേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ടെന്ന് എഴുതുക. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഏറ്റവും പുതിയ GST 2.0 സെപ്റ്റംബർ 22 വന്നതിനകത്ത് ഇത് രണ്ടും ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങളാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ GST എന്താണെന്ന് നമ്മൾ പഠിച്ചു, GST കൗൺസിൽ എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയി. ശരി, ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് UNDP-യുടെ മാനവിക വികസന റിപ്പോർട്ടാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഓക്കെ, മാനവിക വികസന സൂചിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇന്ത്യയുടെ 2023 ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റിപ്പോർട്ട് റിലീസായത് 2025 അപ്പോൾ 2025 റിപ്പോർട്ടിൽ 2023 ഇന്ത്യയുടെ സ്ഥാനമാണ് പറയുന്നത്, ഇന്ത്യയുടെ റാങ്ക് ആണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 128, 130, 134, 125 എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം 2025 റിപ്പോർട്ട് പ്രകാരം 2023 ഇന്ത്യയുടെ മാനവിക വികസന സൂചികയുടെ റാങ്ക് എന്ന് പറയുന്നത് 130 എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണ് ഈ മാനവിക വികസന സൂചിക എന്നൊക്കെ പറയുന്നത്? 1990-കളിൽ മഹബൂബ് ഉൽ ഹക്ക് UNDP-യുമായിട്ട് ബന്ധപ്പെട്ട് വികസിപ്പിച്ചെടുത്തതാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുന്നേ PQLI എന്ന് പറയുന്ന മറ്റൊരു ഇൻഡെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇത്തിരിയുടെ റിഫൈൻഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നിലവിൽ വരുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നിലവിൽ വന്ന ശേഷം 193 രാജ്യങ്ങളെയും അത് വ്യത്യസ്ത റാങ്കുകളിലാക്കി തിരിച്ച് നിലവിൽ ഐസ്ലൻഡ്, നോർവേ പോലെയുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. സൗത്ത് സുഡാൻ പോലെയുള്ള രാജ്യങ്ങളാണ് ഏറ്റവും താഴെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 130 ആണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് 130 ആണെന്ന് നമുക്ക് മനസ്സിലായി. നേരത്തെ ഇന്ത്യയുടെ സ്ഥാനം 134, അതുപോലെ തന്നെ 135 ഒക്കെ ആയിരുന്നു. അതിൽ നിന്നും ഇംപ്രൂവ് ആയി 130 നിലവിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഇന്ത്യയുടെ മാത്രമല്ല, കേരളത്തിനും HDI സ്കോറുകളുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് 130ാമത്തെ സ്ഥാനമാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് ഇന്ത്യയിൽ 2ാം സ്ഥാനമാണുള്ളത്. ഓക്കെ, കേരളത്തിന് ഇന്ത്യയിൽ 2ാം സ്ഥാനമാണ് കേരളത്തിനുള്ളതെന്ന് ഓർക്കുക. അത് 1ാമത്തെ സ്ഥാനം ഗോവയ്ക്കാണ്, 2ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനി HDIനെ പറ്റി കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, HDI 2023 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 193 രാജ്യങ്ങളുള്ളതിൽ 130ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് എന്ന് ഓർക്കുക. രണ്ടാമത് മുമ്പത്തെ വർഷത്തേക്കാൾ പുരോഗതി ആണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. കാരണം 134ാമത്തെ സ്ഥാനത്ത് നിന്ന് 130ാമത്തെ സ്ഥാനത്തിലേക്ക് ഇന്ത്യ ഒരു 4 സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 134ാം സ്ഥാനത്തിൽ നിന്ന് 4 സ്ഥാനങ്ങൾ മെച്ചപ്പെട്ട നിലവിൽ 130ാമത്തെ സ്ഥാനത്തിലാണ് ഇന്ത്യ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ HDIയുടെ മൂല്യമുണ്ട്, അതായത് HDI സ്കോറാണ്. അപ്പോൾ HDI കണക്കാക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങളെ വ്യത്യസ്ത റാങ്കുകളിലാക്കി മാറ്റുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം എന്തൊക്കെ ഘടകങ്ങളുടെ പേരിലാണ് HDI അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിപ്പോവേണ്ടതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഈ സ്കോറിൻ്റെ മാത്രം നോക്കിപ്പോ. അപ്പോൾ സ്കോർ വരുമ്പോഴത്തേക്കും 0.550 മുതൽ 0.699 വരെ. ഓക്കെ, മീഡിയം കാറ്റഗറിയാണ്. ഓക്കെ, മീഡിയം കാറ്റഗറി, ഇത് മീഡിയം കാറ്റഗറി. ഇനി 0.700 മുതൽ 0.799 വരെ ഹൈ കാറ്റഗറി. ഇതിന് മുകളിലോട്ട് വെരി ഹൈ കാറ്റഗറി. ഓക്കെ, അപ്പോൾ 0.550 മുതൽ
0.699 വരെയാണെങ്കിൽ മധ്യനിരയിലുള്ള റാങ്കുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 0.700 മുതൽ 0.799 വരെ ഹൈ കാറ്റഗറിയാണ്. എന്ന് വെച്ചാൽ ആ റാങ്കിങ്ങിൽ ഹൈ കാറ്റഗറിക്കകത്ത് വരും. ഇനി ഇതിലും കൂടുതലാണെങ്കിൽ 0.800 മുതൽ മുകളിലേക്കുള്ള റാങ്കിലാണ് എത്തിച്ചേർന്നിട്ടുള്ളതെങ്കിൽ അത് വെരി ഹൈ കാറ്റഗറി, ഏറ്റവും നല്ല കാറ്റഗറിക്കകത്ത് വരും. അപ്പം നമുക്ക് മനസ്സിലായി ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 0.685 ആണ്. ഈ 685 എന്ന് പറയുന്നത് മീഡിയം കാറ്റഗറിയാണ്, അല്ലെങ്കിൽ മധ്യനിരയാണ് എന്ന് ഓർക്കുക. മീഡിയം കാറ്റഗറിയാണ്. ഇനി കേരളത്തിന്റെ പൊസിഷൻ ഇപ്പം നിൽക്കുന്നത് ഹൈ കാറ്റഗറിയിലാണ്. 0.799 എന്താണ് നിലവിൽ കേരളത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്കോർ എന്ന് പറയുന്നത്. റാങ്കിങ്ങിൽ വരുമ്പോഴത്തേക്കും ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും HDA സ്കോർ കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ സ്കോറാണ് 0.799 എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ വെരി ഹൈ കാറ്റഗറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിന്റെ സ്കോർ നിൽക്കുന്നത് ഹൈ കാറ്റഗറിയിൽ, ഇന്ത്യയുടെ സ്കോർ നിൽക്കുന്നത് മീഡിയം കാറ്റഗറിയിൽ. ഇന്ത്യയുടെ സ്കോർ എത്രയാണ്? 0.685 ആണ്. ഇന്ത്യയുടെ 2023 റാങ്ക് എത്രയാണ്? 130 അപ്പോൾ ഇതാണ് HDAനെ പറ്റി ബന്ധപ്പെടുത്തി എന്താണ് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ദ പേഴ്സൺ ബിഹൈൻഡ് HDA ആരാണ്? HDAക്ക് പിറകിലുള്ള ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മഹബൂബ് ഉൽ ഹക്ക് ആണ്. ഏത് സ്ഥാപനമാണുള്ളത്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1990 ആണ്. 1990 മുതലാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ പ്രചാരത്തിൽ വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ പറ്റി ഒന്ന് നോക്കി വെക്കുക. അതുപോലെ നമുക്ക് മനസ്സിലായി 130 നിലവിലത്തെ പൊസിഷനിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ GSTനെ പറ്റിയും അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ പറ്റിയുമാണ് നമ്മളിപ്പോൾ നിലവിൽ നോക്കിപ്പോയത്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ GST പോലെ തന്നെ HDAയുടെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ HDA പോലെ തന്നെയാണ് PQLI എന്ന് പറയുന്ന മറ്റൊരു ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ ഉടനെ തന്നെ എന്താണ് നമ്മുടെ HSCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഡെയിലി 3 hours ലൈവ് ക്ലാസ്സുകളും അപ്രോക്സിമേറ്റ് 10 മോഡൽ എക്സാംസുകൾ ഉൾപ്പെടുത്തിയ ബൂസ്റ്റർ ബാച്ചാണ്. അപ്പോൾ എല്ലാവരും ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. HDAയും GSTയും കൃത്യമായിട്ട് പഠിച്ചു പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. എക്സാംസിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലയുമാണ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.